ജി സുധാകരന്റെ ഒരു പ്രതികരണം വരികയാണ്. ജി സുധാകരൻ മന്ത്രിസഭയിലേക്ക് എത്തുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മുൻപൊന്നും ആവശ്യപ്പെട്ടിട്ടല്ല മന്ത്രിയാക്കിയത്. മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചാൽ സ്വീകരിക്കും. UDF നിന്ന് ആരും ഇക്കാര്യം തന്നോട് സംസാരിച്ചിട്ടില്ല എന്നും ജി സുധാകരൻ പറയുകയാണ്. വെള്ളാപ്പള്ളിയെ സന്ദർശിച്ചതിൽ തെറ്റില്ലെന്നും ആരും വിമർശനം ഉന്നയിച്ചിട്ടില്ല എന്നുകൂടി ജി സുധാകരൻ വ്യക്തമാക്കുന്നു. അറിയില്ല, എന്നോടാരും സംസാരിച്ചു. ചർച്ച നടന്നിട്ടുണ്ടോയെന്ന് അറിയില്ല. ഞാൻ ആ ചർച്ച ചെയ്യുന്ന കമ്മിറ്റിയില്ലല്ലോ. എന്നോടാരും ഒന്നും സംസാരിച്ചില്ല. അങ്ങനെ ആവശ്യം ഉന്നയിക്കുന്ന സ്വഭാവം നമുക്കില്ല. തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കും, അത്രയേ ഉള്ളൂ. അതിനുള്ള നന്ദിയുണ്ട്. വെള്ളാപ്പള്ളിയോട് വിരോധമുള്ള വല്ലവരും കാണും, അവരെഴുതി പിടിപ്പിക്കുന്നതാണ്. ഞാനെന്താണ് അയാളോട് വിരോധിക്കണം? പക്ഷേ UDF ആൾക്കാർക്ക് വിരോധം ഉണ്ടെങ്കിൽ ഞാനെന്ത് വേണമെന്ന്. മനീഷ് മഹിബലാണ് ചേരുന്നത്. മനീഷ്, ഇതുവരെ മന്ത്രിസ്ഥാനമൊന്നും ചോദിച്ചിട്ടല്ല മുൻപൊന്നും തന്നത് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് ജി സുധാകരൻ. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് അദ്ദേഹത്തെ പരിഗണിക്കതായി സൂചനകളൊന്നുമില്ല. എന്താണ് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം ഇതിൽ? വിനീത, കഴിഞ്ഞ LDF സർക്കാരിൽ 2 തവണ മന്ത്രിയായിട്ടുള്ള ആളാണ് ജി സുധാകരൻ. ഒന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ദേവസ്വം മന്ത്രിയായിട്ടുള്ള ആളാണ്. നേരത്തെ CPM-ൽ നിന്ന് ആ ധാരണയിൽ നിന്ന് CPM-ൽ നിന്ന് പുറത്തു വന്നപ്പോൾ KC വേണുഗോപാലുമായി 1 വർഷങ്ങൾക്ക് മുൻപുണ്ടാക്കിയ ധാരണ ജി സുധാകരൻ ഉണ്ടായിരുന്നു. ക്യാബിനറ്റിൽ ജി സുധാകരൻ എത്തുമെന്നുള്ള സൂചനകൾ വന്നിരുന്നു. പക്ഷേ മന്ത്രിസഭയിലേക്കുള്ള ചർച്ചകളിലെ തുടക്കം മുതൽ തന്നെ ജി സുധാകരന്റെ പേര് ചർച്ചയിൽ എവിടെയുമില്ല. ഇപ്പോൾ നാളെ അടുത്ത ദിവസം സത്യപ്രതിജ്ഞയാണ്. തിങ്കളാഴ്ച അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞയ്ക്ക് ചെല്ലാൻ വേണ്ടിയുള്ള ക്ഷണമുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മറ്റന്നാൾ എത്തുന്നതാണ്. പക്ഷേ ഇതുവരെയും മന്ത്രിസ്ഥാനം സംബന്ധിച്ചുള്ള ചർച്ചകൾ UDF-ൽ എവിടെയും തുടങ്ങിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് മുൻകാലങ്ങളിലൊന്നും ആവശ്യപ്പെട്ടിട്ടല്ല തന്നെ മുൻപൊന്നും മന്ത്രിയാക്കിയത്. മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചാൽ പക്ഷെ സ്വീകരിക്കും, അതിന് വിമുഖത കാണിക്കുന്നില്ല. പരിഗണിക്കുന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ UDF-ൽ തുടങ്ങിയിട്ടില്ല. UDF-ൽ നിന്ന് ആരും ഇക്കാര്യം തന്നോട് സംസാരിച്ചിട്ടില്ല എന്നുള്ള കാര്യം ജി സുധാകരൻ സ്ഥിരീകരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം നിലവിൽ സംതൃപ്തനാണ്. എന്തെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ നിലവിലുള്ള മന്ത്രിസഭാ രൂപീകരണത്തിലോ മുഖ്യമന്ത്രി ചർച്ചയിലോ മുഖ്യമന്ത്രി തീരുമാനത്തിലോ ഒന്നും വലിയ എതിർപ്പുകൾ അദ്ദേഹത്തിനില്ല. UDF-ന്റെ സഹായത്തോടെ പിന്തുണയോടെ ജയിച്ച ആളാണ് ജി സുധാകരൻ. ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നു. സത്യപ്രതിജ്ഞയ്ക്കായി തിരുവനന്തപുരത്തേക്ക് പോകുന്നുണ്ട്. മനീഷ് മഹിബാലാണ് വിശദാംശങ്ങൾ നൽകിയത്. നമുക്ക്